എന്താ ഇതെങ്ങനെ ഇവിടെ വന്നു? വേടിക്കുറ്റിയോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, ഭരതനായിരിക്കും. ഭരതനോ? അയാള് രാത്രി എന്തിനാ ഇവിടെ വന്നു? ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി മോളെ. ഞാൻ അവനോട് പറഞ്ഞിരുന്നു അയലത്തെ ചെറുക്കന്മാര് രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം. അമ്മയ്ക്ക് പറയാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ... എനിക്ക് ഇഷ്ടമല്ല. നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? ഭരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവളെന്താ ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോ ഉറഞ്ഞു തുള്ളുന്നത്? എടാ ഉണ്ണി, പുറത്ത് വരുന്ന മൂത്രം ഒഴിക്കടാ. ഇതൊന്നും വേണ്ട പഠിക്കണേ. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ആ, ഇവൻ കൊള്ളാം. ഇവനേതാ? അയ്യോ, ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. ആ, കൊള്ളാൻ നോക്കി. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ, രക്ഷപ്പെട്ടു. ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ആ, ഇതൊന്ന് അന്വേഷിക്കും. ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. ആ, പിന്നെ ഈ വകയിൽ ഇപ്പൊ രൂപ 100 ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന കിടാവിനെ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട, ഇത് നടക്കും. ആശാനെ ഇപ്പൊ വരാ, ഭയങ്കര ചൂടാ, ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ഒരു 20 ചില്ലറേന്റെ താടാ. അതിനെന്താ, തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ചു, പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ആ ഭരത, ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാൽ പോലും ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെ എടുത്തിരിക്കുകയാണോ കാവലിന്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ അങ്ങി കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന്റെ അസുഖമാടാ ശവികളെ? പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ പോ. താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണമെന്നേ, അവര് പോയിക്കോളും. എടാ ഒന്ന് തടിയിട്ടേക്ക, ഒന്ന് പോടാ, ഒന്ന് പോടാന്ന്. പോടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോടാം. അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പാ. ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടെ ഒരു നായരുണ്ടായാൽ കൊള്ളാമെന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല, ഞാൻ വേണമെങ്കിൽ ഇറങ്ങി തരാം, പ്രശ്നമാക്കണ്ട. ഏതാടാ ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവർ ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്നാ പറഞ്ഞു. അവർ രാഗം തീർന്ന് മുമ്പിൽ കാണുമെന്ന്.